വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് 2 കപ്പ് കുതിർത്ത അരിയാണ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പോളം തേങ്ങ ചിരകിയതും 1/4 കപ്പ് ചോറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും. ഇതിൽ വെള്ളത്തിന് പകരം ഞാൻ തേങ്ങ വെള്ളമാണ് 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങാവെള്ളവും തൈരും ഉള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഈസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ മാവ് നല്ലതുപോലെ അരച്ചതിന് ശേഷം നല്ലതുപോലെ കൈവച്ച് 3 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ബബിൾസ് വരുമല്ലോ, അത് ആണ് ശരിക്കും അപ്പത്തിന് പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു ബബിൾസ് വരുന്നത് വരെ ഒരു 3 മിനിറ്റോളം കൈവച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഓവർനൈറ്റ് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെയാണ് ഞാൻ അപ്പം ചുടാൻ വേണ്ടി എടുത്തത്. നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പാണ്. പക്ഷേ നമ്മൾ ദോശമാവിനൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് ഓവർ മിക്സിങ് ചെയ്യരുത് കേട്ടോ. അപ്പത്തിൻ്റെ മാവാകുമ്പോൾ നമ്മൾ ഒരുപാടായിട്ട് മിക്സ് ഇങ്ങനെ ചെയ്യരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഉപ്പ് എല്ലായിടത്തും കിട്ടുന്നത് പോലെ 2 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ അപ്പച്ചട്ടിയിൽ ചെയ്യുന്ന പോലെ മാവ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം അടച്ചു വെക്കാം. ഈ വശങ്ങൾ നല്ലതുപോലെ മുരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈം ആകുമ്പം എടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കാര്യം തന്നെ ശ്രദ്ധിക്കുവാണെങ്കിൽ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒന്നെന്ന് വെച്ചാൽ മാവ് അരച്ചതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് ഫെർമെൻ്റ് ആയതിനു ശേഷം പിന്നെ ഓവർ മിക്സിങ് പാടില്ല. അടുത്തെന്ന് വെച്ചാൽ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടി വറുത്തത് എടുത്തിട്ടുണ്ട്. 3 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ ഈ മാവ് കുതിർന്ന് വരുന്ന ഒരു അളവുണ്ടല്ലോ, നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്, അതാണ് കേട്ടോ ശരിക്കും അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇടിയപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് വറുത്ത അരിപ്പൊടി ആയിരിക്കണം. പിന്നെ ഈ മാവെന്ന് വെച്ചാൽ ചൂടോട് കൂടി തന്നെ നമ്മൾ അച്ചിൽ വെച്ച് പ്രസ് ചെയ്യാൻ നോക്കാം. നല്ല ചൂട് വെള്ളമായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള ഇടിയപ്പം ഞാൻ ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 3 പ്രാവശ്യം അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ 3:1 എന്നുള്ള റേഷ്യോയിലാണ് അരിയും ഉഴുന്നും വരേണ്ടത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്തൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 6 മണിക്കൂറോളം കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചു. നമ്മൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് ഇത് കുതിർക്കാൻ ഇട്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം തന്നെയാണ് ഞാൻ അടിക്കാൻ വേണ്ടിയും എടുക്കുന്നത്. പിന്നെ ഈ ഒരു റേഷ്യോയിൽ തന്നെയാണ് ദോശ ഇഡ്ഡലിക്ക് ചെയ്യുന്നത്. പക്ഷെ ചോറ് കുറച്ച് അധികം ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ദോശയും നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി 1 കപ്പോളം ചോറ് അധികം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് ഒരിക്കലും ചൂടാവരുത് കേട്ടോ. അപ്പോൾ ചൂടാവാതിരിക്കാൻ ഒന്നല്ലെങ്കിൽ അരി കുതിർത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാവ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ അപ്പത്തിനൊക്കെ ചെയ്തതുപോലെ തന്നെ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മാവ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാവ് നല്ലതുപോലെ പൊങ്ങി വരണമെങ്കിൽ കൈവച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഓവർനൈറ്റ് ഞാൻ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി ദോശയ്ക്കും വേറെയും പിന്നെ നെയ് റോസ്റ്റിന് വേറെ മാവാണ് അരച്ചത്. അതിപ്പോൾ വീഡിയോയിൽ കാണിക്കാതിരുന്നതാണ്. കാരണം ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോറ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി നെയ് റോസ്റ്റിന്. പക്ഷേ ഇഡ്ഡലിക്കും ദോശയ്ക്കും ആണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി ചോറ് കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു മാവിൽ ദോശയാണ് ചുട്ടെടുക്കുന്നത്.
അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ കഴിക്കാം കേട്ടോ. ഇനി ആ ഒരു സെയിം ബാറ്റർ വെച്ച് തന്നെ ഇഡ്ഡലിയും കൂടി ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ബാറ്റർ ശരിയാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഉഴുന്നിൻ്റെയും പച്ചരിയുടെയും അളവ് ഈ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. 3:1 എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ വേണ്ടി. പിന്നെ നമ്മളിപ്പോൾ ബാക്കി വരുന്ന മാവുണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ചിലപ്പോൾ പുളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പുളിച്ച് വരാതിരിക്കുന്നതിന് വേണ്ടി വാഴയിലുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു ബാറ്ററിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം മാവ് പെട്ടെന്ന് പുളിക്കത്തില്ല. ഇനിയിപ്പോൾ നെയ് റോസ്റ്റ് ആണ് കേട്ടോ. നെയ് റോസ്റ്റ് ക്രിസ്പിയായി വരുന്നതിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അടുത്തത് ചപ്പാത്തി സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് വെള്ളത്തിലേക്ക് മാവ് ഒഴിച്ചെടുക്കലാണ് കേട്ടോ. സാധാരണ എല്ലാവരും മാവിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ടാണല്ലോ കലക്കുന്നത്. പക്ഷെ ഇതുപോലെ ചെയ്തപ്പം എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും 2 കപ്പ് ഗോതമ്പ് പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഈ ടൈമിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ചുട്ടെടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഇന്ന് മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒരു 5 മിനിറ്റോളം കുഴച്ചെടുക്കാം. പിന്നെ ഞാനൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ടിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ആദ്യം കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. റൗണ്ട് ചെയ്ത് പരത്തുവാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും. പിന്നെ ഇപ്പോൾ ഒരു തവ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ചെറിയ ബബിൾസ് പോലെ കാണുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് അമർത്തി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ആവശ്യമെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി നല്ല സ്മെല്ലും സോഫ്റ്റും കൂടി കിട്ടുന്നതാണ്. അപ്പം ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെ കുഴച്ചപ്പോൾ തന്നെ ചേർത്തത് കൊണ്ട് പിന്നെ വെളിച്ചെണ്ണ അധികമായിട്ട് ചേർത്ത് കൊടുക്കാതെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. ഈ വശങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അടുത്തതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ആയാലോ. അപ്പോൾ ഇതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ അല്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ റവയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കാം. പക്ഷെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അത്ര സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല, വെള്ളവും അത്ര വേണ്ട കേട്ടോ. കുറച്ച് ഹാർഡായിട്ട് വേണം പൂരിക്ക് ഇരിക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ മാവെന്ന് വെച്ചാൽ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളം കൂടുതൽ വേണ്ട. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈക്വൽ പോർഷൻസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ബോൾസ് ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മാവ് ഇട്ടിട്ടല്ല കേട്ടോ ഞാൻ പരത്തുന്നത്. മാവ് ഇടുവാണെങ്കിൽ നമ്മളിപ്പം അത് ചുട്ടെടുക്കുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോവാനും കളറ് ചേഞ്ച് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പരത്തുന്നത്. പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ അത്ര തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് തിക്കായിരിക്കണം. പിന്നെ പരത്തുമ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മൂടി വെച്ചൊക്കെ നിങ്ങൾക്ക് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ പരത്തിയിരിക്കുന്നത്. ഒരുപാട് തിന്നാവേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു മൂടി വെച്ചിട്ട് അതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ ചൂടെന്ന് വെച്ചാൽ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കരുത്. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ചൂടിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഓയിൽ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ചൂട് ഓയിൽ മുകളിലോട്ട് പോകുമ്പോഴാണ് താഴത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത്. പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. ആദ്യം തന്നെ ചൂട് ഓയിൽ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊങ്ങി വരുന്ന പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയും റെഡി ആയിട്ടുണ്ട്. അടുത്തത് പുട്ട് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയുള്ള ടിപ്സാണ്. ചിലവർക്ക് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ആക്കുന്നത്. ഇവിടെ ഞാനൊരു 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഉപ്പും പിന്നെ 2 കപ്പ് അരിപ്പൊടിയും കൂടിയാണ് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൾസ് മോഡിലൊന്ന് ഒറ്റ സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് നേരം അടിക്കരുത്. അപ്പോൾ ഈ ഒരു മാവ് ഒരുപാട് ഇങ്ങനെ ലംസ് ഒരുപാടായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് അടിക്കുമ്പോൾ തന്നെ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും. ഇനിയിപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് ഈ കുറ്റി നിറച്ചെടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഇപ്പോൾ ദാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഈ മിക്സിയിലിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ ലംസ് ഒന്നും ഉണ്ടാവത്തില്ല. നല്ലൊരു സോഫ്റ്റ് ആയിട്ടും പിന്നെ കറക്റ്റ് ആ ഒരു വെള്ളത്തിൻ്റെ ബാലൻസ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.